അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ താരീഖിൻ്റെ ക്ലാസ് അൽ ബഖറ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് നാം ഉള്ളത്. അപ്പോൾ മൂസാ നബിയോട് സമുദായത്തിൽ ഒരു വലിയ കൊലപാതകത്തിന് സംഭവം അരങ്ങേറി. ആരാണ് കൊന്നത് എന്നറിയുന്നില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി ജനങ്ങൾ മൂസാ നബിൻ്റെ അടുക്കൽ വന്നു എന്നാണ് പറഞ്ഞല്ലേ, അവിടെ അവസാനം നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കിയാണ് അൽ ബഖറ. വദഅ മൂസ റബ്ബഹു ഫഔഹാ ഇലൈഹി അൻ യഅ്മുറഹും ബിദബ്ഹി ബഖറത്തിൻ. വദഅ മൂസ നബി ദുആ ചെയ്തു റബ്ബഹു അല്ലാഹുവിനോട്. ഫഔഹ അപ്പോൾ അല്ലാഹു വഹി അറിയിച്ചു ഇലൈഹി മൂസ നബിക്ക് വഹി അറിയിച്ചു അൻ യഅ്മുറഹും ആ ജനങ്ങളോട് കൽപ്പിക്കാൻ ബിദബ്ഹി ബഖറത്തിൻ ഒരു പശുവിനെ അറുക്കണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൊലപാതകി ആരാണ് എന്ന് അറിയണമെങ്കിൽ ഒരു പശുവിനെ അറുക്കണം എന്ന് അവരോട് കൽപ്പിച്ചു. ഹുനാലിക അവിടെ ഹല്ലത്തിൽ മുസീബത്തു അതാണ്ട് പറഞ്ഞതോടുകൂടി വലിയ മുസീബത്താണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ വബദ ബനു ഇസ്രായേൽ ബനു ഇസ്രായേലേരെ ആരംഭിച്ചു യസ് അലൂന അവർ പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, വയസ്ഹറൂന പരിഹസിക്കാനും തുടങ്ങി. ഇത് കാല മൂസാ നബി പറഞ്ഞ സന്ദർഭം ലി ഖൗമിഹി തൻ്റെ സമുദായത്തോട്, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു തആല യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു അന്തദ്ബഹു നിങ്ങൾ അറുക്കണം ബഖറത്തൻ ഒരു പശുവിനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത വേണമെങ്കിൽ, കൊലപാതകി ആരാണ് എന്ന് അറിയണമെങ്കിൽ അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാലു അവർ പറഞ്ഞു, അതത്തഹിദുന ഹുസുവ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസേ, ഞങ്ങളെ പരിഹസിക്കുകയാണോ? അതത്തഹിദുന നിങ്ങൾ ഞങ്ങളെ ആക്കുകയാണോ? ഹുസുവൻ പരിഹാസ്യമാക്കുകയാണോ? ഖാല മൂസാ നബി പറഞ്ഞു, അഊദു ബില്ലാഹ് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്, അൻ അക്കൂന മിനൽ ജാഹിലീൻ നിങ്ങളെപ്പോലത്തെ പൊട്ടന്മാരെ കൂട്ടത്തിൽ പെട്ടുപോകലിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിന് ചോദിക്കുകയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, ഹിക്മത്തുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ പരിഹസിക്കാതെ ചോദിക്കല്ലേ. ഏതായാലും ഹുന അവിടെ വെച്ച് അർസലുൽ അസ്ഇലത അവരൊരുപാട് ചോദ്യങ്ങൾ അഴിച്ചുവിട്ടു. അർസലു പറഞ്ഞാൽ അഴിച്ചുവിട്ടല്ലോ, അസ്ഇല ചോദ്യങ്ങൾ. ഖാലു അവർ പറഞ്ഞു മൂസാ നബിയോട്, ഉദുലന റബ്ബക് ഉദുലന നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. എന്തിന്? യുബയ്യില്ലന ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, മാഹിയ ഏതാണ് ആ പശു, ആ പശു ഏതാണ് എന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വ്യക്തമാക്കി തരണം, ഏത് പശുവിനെയാണ് അറുക്കേണ്ടത്. ഖാല അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്നഹു നിശ്ചയം അല്ലാഹു യഖൂലു റബ്ബ് പറയുന്നത്, ഇന്നഹ നിശ്ചയം ആ പശു എന്ന് പറയുന്നത് ബഖറത്തുനൊരു പശുവാണ്, ലാ ഫാരിദുൻ ഏറെ പ്രായമായതാകാൻ പാടില്ല, വലാ ബിക്റുന്ന തീരെ പ്രായം കുറഞ്ഞ പശുവുമാകരുത്, അവാനും ബൈനദാലിക് അതിൻ്റെ ഇടയിൽ പ്രായമുള്ള ഒന്നാവണം. അതിൻ്റെ ഇടയിൽ വളരെ പ്രായം കൂടുതലുണ്ടാകാൻ പാടില്ല, എന്നാൽ പ്രായം തീരെ കുറവില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു പശുവാവണം. ഫഫ്അലൂ മാ തുഅ്മറൂൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക എന്നവരോട് പറഞ്ഞു. വലം യഖിഫു അലാ അദസ്വാലി എന്നാൽ അവർ ചോദ്യം നിർത്തിയില്ല. വലം യഖിഫു അവർ നിർത്തിയില്ല അലാ അദസ്വാലി ഈ ഒരു ചോദ്യത്തിൻ്റെ അവിടെ നിർത്തിയില്ല. ബൽ എന്നല്ല ബദഉ അവർ ആരംഭിച്ചു യസ്അലൂന ചോദിക്കാൻ ആരംഭിച്ചു, അൻ ലൗനിഹ ആ പശുവിൻ്റെ നിറത്തിനെ കുറിച്ച് ചോദിക്കാൻ ആരംഭിച്ചു. ഖാലു അവർ പറഞ്ഞു, ഉദു ലനാ റബ്ബക് മൂസാ നബിയെ നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണം, യുബയ്യിൻ ലനാ റബ്ബ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ, മാ ലൗനുഹ ആ മൃഗത്തിൻ്റെ ആ പശുവിൻ്റെ നിറമെന്താണ്. ഖാല അപ്പം മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂൽ അല്ലാഹു പറയുന്നു, നിശ്ചയം അല്ലാഹു പറയുന്നത്, ഇന്നഹ ബഖറത്തുൻ സഫ്രാ നിശ്ചയം ആ പശു ബഖറത്തുൻ സഫ്ര ഒരു മഞ്ഞ നിറത്തിലുള്ള പശുവാവണം, ഫാഖിഉൻ ലൗനുഹ അതിൻ്റെ നിറം അതിശുദ്ധമായ മഞ്ഞ നിറത്തിലുള്ള പശുവാണ്. ഫാഖി തിളങ്ങുന്ന അതിശക്തമായ മഞ്ഞ നിറത്തിലുള്ള പശുവാവണം. തസുറുൻ നാദിരീൻ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ സന്തോഷമുണ്ടാവണം. അപ്പോൾ കാണുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ശുദ്ധമായ മഞ്ഞ നിറത്തിലുള്ളൊരു പശുവായിരിക്കണം അത്. വലം യജിദു സുആലൻ ഫഅത്ലഖു സുആല പിന്നെ അവർക്ക് എന്താ ചോദിക്കേണ്ടിയെന്ന് അറിയണില്ല. അപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ അയച്ചു വിട്ടു. ഖാലു അവർ പറഞ്ഞു, ഉദു ലനാ റബ്ബക് നിന്റെ റബ്ബിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, യുബയ്യിൻ ലനാ റബ്ബ് ഞങ്ങൾ വ്യക്തമാക്കി തരണം, മാഹിയ ആ പശു ഏതാണ്. ഇന്നൽ ബഖറത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ പശു തശാബഅലൈന ഞങ്ങൾക്കാകെ സംശയത്തിലായി, ഏതാണ് ഈ പശു. ഇന്ന അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി റബ്ബിനോട് പറയണം. ഇന്ന നിശ്ചയം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുകയാണ് ലമുഹ്തദൂൻ ആ പശുവിനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും.
ഖാല അങ്ങനെ മൂസാ നബി പറഞ്ഞു ഇന്നഹു യഖൂലു റബ്ബ് പറയുന്നു ഇന്നഹാ ബഖറത്തുൻ അതൊരു പശുവാണിതാ ലാ ദലൂലും തുസീറുൽ അർള ലാ ദലൂലും അതിനെ മെരിക്കപ്പെടാൻ പാടില്ല. എന്തിനു വേണ്ടി? തുസീറുൽ അർള ഭൂമിയെ മറിക്കാൻ വേണ്ടിയിട്ടും ഒലാ തസ്ഖിൽ അർള അതുപോലെ കൃഷിയെ നനക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കപ്പെട്ട മൃഗമാകരുത്. മുസല്ലമത്തുൻ എല്ലാ ന്യൂനതയെ തൊട്ടും ഒഴിവായ ഒരു ന്യൂനതയും ഇല്ലാത്തതാവണം. ലാ ഷിയത ഫിഹ ഒരു അടയാളങ്ങളും അതിമുണ്ടാകാൻ പാടില്ല. അങ്ങനെ മറത്തി ആ ഒരു പ്രാവശ്യം അവർ നിർത്തി ചോദ്യങ്ങൾ. ലിയന്നവും കാലു കാരണം അവർ പറഞ്ഞു ഇന്ന ഇൻഷാ അല്ലാഹ് മുഹ്തദൂൻ ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യാം പശുവിനെ കണ്ടെത്തിക്കൊള്ളാം അവസാനം പറഞ്ഞല്ലോ. അവിടെ പിന്നെ അത് ചോദിക്കാൻ നിന്നില്ല. ഫഹ്തദൗ വലാക്കിന്നവും അങ്ങനെ അവരെന്ത് ചെയ്തു? അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി. വലാക്കിന്ന അസ്ഇലത്തും പക്ഷെ അവരുടെ ചോദ്യം വയ്യഖത്ത് അലൈഹിമുൽ അംറ അവർക്ക് കാര്യമാകെ കുടുസാക്കി ഇടങ്ങേറാക്കി. കാരണം എന്താ? ഫലോ ദബഹു അയ്യ ബഖറത്തിൻ ആദ്യം ഒരു പശുവിനെ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പശു അയ്യ ബഖറത്തിന്ന ഏതെങ്കിലും ഒരു പശുവിനെ അവർ അറുത്തിരുന്നുവെങ്കിൽ ലഖാനത്ത് ഖാഫിയത്തൻ അത് മതിയാവുമായിരുന്നു, അതന്നെ ധാരാളമായിരുന്നു. പക്ഷെ വലാക്കിന്നോ പക്ഷെ അവർ ശബ്ദതു അവരൊന്നെന്ത് ചെയ്തു? ശക്തിയുക്തം വീണ്ടും വീണ്ടും ചോദിച്ചുല്ലേ. ശബ്ദതു അവർ എന്ത് ചെയ്തു? ഒന്ന് അതിശക്തമായി അവരെന്ത് ചെയ്തു? കർശനമായി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഫശദ്ദത്തുല്ലാഹു അലൈഹിം അള്ളാഹു അവരുടെ മേലും കർശനാക്കി. അങ്ങനെ ഫത്തശു അവരന്വേഷിച്ചു അനിൽ ബഖറത്തിൽ പശുവിനെ അൽ അവാനി മധ്യവയസ്സുള്ള അസ്വഫ്രായിൽ ഫാഖയിൽ ലൗനുഹ തിളങ്ങുന്ന അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞ നിറത്തിലുള്ള അല്ലത്തി എങ്ങനത്തെ പശു ലാ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ ഭൂമി ഉഴുതിമറിക്കാത്ത കൃഷിയെ നനക്കാത്ത അൽ മുസല്ലമത്തി എല്ലാ ന്യൂനതയെ തൊട്ടും ഒഴിവായ ലാഷിയത ഫിഹ ഒരു അടയാളങ്ങളും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു പശുവിനെ അവർ അന്വേഷിച്ചു. പക്ഷേ വനദറ വളരെ അപൂർവമാണല്ലോ നുദൂറാദിൽ ബഖറത്തിൽ ഖരീബത്തി ഇത്രയും സിഫത്തുകളൊത്ത ഒരു പശുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമാണ്. അൽ ഖരീബത്തി അപരിചിതമായ ഈ ഒരു പശുവിനെ കിട്ടുക എന്ന് പറഞ്ഞത് വളരെയധികം അപൂർവമാണ്. വഇമ്മാ ബഖറത്തുൻ ഫാരിദുൻ ഒന്നില്ലെങ്കിൽ വയസ്സായ പശുവായിരിക്കും. വഇമ്മാ ബഖറത്തുൻ ബിക്റുൻ അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ പശുവായിരിക്കും. വഇമ്മ അവാനിൻ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെയുള്ള പശുവിനെ കിട്ടും. പക്ഷേ വയറു സഫ്രായ എന്താവില്ല മഞ്ഞ നിറത്തിലുള്ളതാവില്ല. വൈമ ഒന്നില്ലെങ്കിൽ ബക്കറ പശു ഉണ്ടാവും. അവാനിൻ മധ്യം വയസ്സായിരിക്കും. സൊഫ്രാവും മഞ്ഞ നിറമായിരിക്കും. അയാക്കിൻ ലൗന എന്താണ് വയറു ഫാക്കിൻ പക്ഷേ നിറം വളരെ ശുദ്ധമായ മഞ്ഞാവൂല. വൈമ ബക്കറത്തുൻ അവാനും സൊഫ്രാവും ഫാക്കിൻ ലൗന ചിലപ്പം തീക്കാരം നല്ല ശുദ്ധ നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള മധ്യവയസ്സായ പശു തന്നെ ആയിരിക്കും. പക്ഷെ വലാക്കിന്ന ബക്കറത്തുൻ ദലൂലും തുസീറുൽ പക്ഷെ അത് ഭൂമി ഒഴുതിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട പശുവായിരിക്കും. ഇമ്മാ ബക്കറത്തുൻ അവാനും സഫ്രാവും ഫാക്കുലൗനോ തുസീറുൽ ഇനി ഭൂമിയൊന്നും ഒഴുതിമറിക്കാത്ത നേരത്തെ പറഞ്ഞ ശുദ്ധമായ മഞ്ഞയുള്ള ഇടത്തരം പശു തന്നെ ആയിരിക്കും. വലാക്കിന്ന പക്ഷെ അത് തസ്ഖിൽ ഹർസ അത് കൃഷിയെ നനക്കാൻ വേണ്ടി ഉപയോഗിച്ച പശുവായിരിക്കും. അങ്ങനെ അങ്ങനെ കണ്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും ഇനി. അങ്ങനെ ഫത്തശു അവർ അന്വേഷിച്ചു. ഫത്തശു വീണ്ടും അന്വേഷിച്ചു. അലിം അങ്ങനെ അവർക്ക് അവസാനം മനസ്സിലായി ആഖിബത്ത് ഹാദ തൻഖീരി ഈ ചൂഴ്ന്നന്വേഷണം അല്ല. ഇവർ ഓരോന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി വിശദീകരിക്കില്ലേ എന്നിങ്ങനെ ചൂഴ്ന്ന് അന്വേഷിച്ചു. ആ ചൂഴ്ന്നന്വേഷിക്കൽ അതാണ് തൻഖീർ എന്ന് പറയുന്നത്. അതിൻ്റെ അന്ത്യം അതിൻ്റെ ഇടങ്ങേറ് അവർക്ക് മനസ്സിലായി. മാഹിയ ഒമാ ലൗനുഹ ഒമാഹിയ അല്ലേ അതെന്ത് വിഷയമാണ്, എന്താ നിറം എന്താണ്, എന്താ ചെയ്തത് അങ്ങനെ ചോദിച്ചില്ലേ. അതിൻ്റെ അന്ത്യം അവർക്ക് മനസ്സിലായി എന്നർത്ഥം. തായിബോ അവരാകെ എന്തായത് ക്ഷീണിച്ചു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നു ബി യതീമിൻ ഒരു യതീമിനിക്ക് ഖൈറൻ നന്മ. അങ്ങനെ ഫവജദു ഈ ആളുകൾ ബനൂ ഇസ്രായേലിൽ എത്തിച്ചു ആദിൽ ബഖറ ഈ ഒരു പശുവിനെ അല്ലത്തി വസഫഹ അള്ളാഹു തആല ഈ വിശേഷണം പറഞ്ഞു കൊടുത്ത ഈ പശു അവസാനം അവർക്ക് കിട്ടിയത് ഇന്ദവും ഈ യതീമായ കുട്ടീൻ്റെ അടുക്കൽ വെച്ചിട്ടാണ്. മാത്രമല്ല വഷ്തറൗഹ അവർ ആ കുട്ടീൻ്റെ അടുക്കൽ നിന്നും ഈ പശുവിനെ വാങ്ങിയത് ബിസമനിൻ ഗാലിൻ ജിദ്ദ ബിസമനിന് ഒരു വിലക്ക് വളരെ ഉയർന്ന വിലക്ക് ജിദ്ദൻ അധികം വില കൊടുത്തിട്ടാണ് അവർ വാങ്ങിയതിനർത്ഥം. അങ്ങനെ ഫദബഹൂഹ അവരങ്ങനെ ആ പശുവിനെ അറുത്തു. ഒമാക്കാതു യഫ്അലൂൻ അവരങ്ങനെ പ്രവർത്തിക്കാൻ അടുത്തു. വാമറല്ലാഹു അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു അയ്യുറബൽ മഖ്തൂലു കൊല്ലപ്പെട്ട ആൾ അടിക്കപ്പെടണം. ബിജിസ് മിൻ അജ്സാഇൽ ബക്കറ ഈ പശുവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിനെ അടിക്കാൻ വേണ്ടി പറഞ്ഞു മരിച്ച ആൾ. അങ്ങനെ ഫയഹി അയാൾ ജീവിച്ചു. വയുഖ്ബിർ ബിസ്മിൽ ഖാത്തിരി കൊന്ന ആളുടെ പേര് പറഞ്ഞു. വാക്കതാക്കാൻ അങ്ങനെയാണ് എന്തായത് അവസാനം ഈ സംഭവം ഉണ്ടായത് എന്നർത്ഥം. അപ്പോൾ കണ്ടില്ലേ ആവശ്യമില്ലാതെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉണ്ടാവും അല്ലേ. പുസ്തകം എഴുതിയിട്ടെല്ലാം പറയുമ്പോൾ എഴുതില്ല. ഇപ്പോൾ ഇവിടെ എഴുതണ പുസ്തകം അവിടെ എഴുതണ പുസ്തകം ഇവിടെ എഴുതണ പുസ്തകം എന്നിട്ട് എന്ത് ചെയ്യും കൂടുതൽ ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് ഫുൾ എഴുതേണ്ടി വരും.
അല്ലേ? അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചൂഴ്ന്ന് അന്വേഷണം പാടില്ല. അപ്പം അതിന് അവസാനം ഇടങ്ങേറായിക്കാരം നടത്തും. ഇനി ശരിയാത്തു, ഇനി മത നിയമങ്ങൾ വരികയാണ് ബനു ഇസ്രായേലിലേക്ക്. വഹറജ ബനു ഇസ്രായേലിൽ പുറത്തു വന്നു മിൻ ഐഷിൽ ബഹായിമി, മൃഗത്തിനെ പോലത്തെ ജീവിതത്തിൽ നിന്നും ഇല ഐഷിന്നാസ്, മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അവർ വന്നു. വസാറു, അവരായി യഈശൂന ഫിൽ ബരിയത്തി, ഈ മരുഭൂമിയിൽ അവർ ജീവിച്ചു. കൽ അഹ്റാരിൽ അഷ്റാഫ്, വളരെ സ്വതന്ത്രന്മാരായ മാന്യന്മാരെ പോലെ. ഉനാലിക, ഇവിടെ ഇഹ്താജു, അപ്പോൾ അവർക്ക് ആവശ്യമായി ഇലാ ശരീഅത്തിൻ ഇലാഹിയ, ദൈവികമായിരിക്കുന്ന ഒരു നിയമസംഹിത. ശരീഅത്ത് പറഞ്ഞാൽ നിയമസംഹിത, ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയും. ശരീഅത്ത് ഒരു നിയമം ആവശ്യമായി. ഇങ്ങനത്തെ നിയമമാണ് തഹ്കും ബൈനഹും, അവർക്കിടയിൽ അവരതുകൊണ്ട് വിധിക്കും. തുനീറുലഹും സബീല, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു നിയമം ആവശ്യമായി. ഇന്നൽ ഇൻസാൻ, കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ലാ യസ്തതിഉ, ആ മനുഷ്യർക്ക് സാധ്യമല്ല ഐഷ, അവനക്ക് ജീവിക്കാൻ, കൽ ഇൻസാനിൻ, ഒരു മനുഷ്യനെ പോലെ ജീവിക്കണമെങ്കിൽ ഇല്ലാ ബി ശരീഅത്തിൻ ഇലാഹിയ, ദൈവികമായ ചില നിയമങ്ങളുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനാവുള്ളൂ. ഒരു നിയമം അല്ലെങ്കിൽ അവൻ മൃഗത്തിനേക്കാൾ വലിയ അപ്പുറം പറ്റിയ ഭീകര ജീവിക്കാരൻ മനുഷ്യൻ, അല്ലേ? തോന്നുന്നൊക്കെ ചെയ്യും. അതാണ്. അതുപോലെ തന്നെ ഇല്ലാ ബിനൂരി മിർ റബ്ബിഹി, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവൻ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു നൂർ, പ്രകാശം കൊണ്ടല്ലാതെ അവനക്കത് സാധ്യമല്ല. അത് നമ്മളുടെ ഇന്നത്തെ ആധുനിക സാഹചര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വൽ ആലമു കുല്ലുഹു ളലാമിൻ ളലമിൻ ളലാം, ഈ ലോകം മുഴുവൻ ഇരുട്ടിൻ്റെ ഉള്ളിലുള്ള ഇരുട്ടാണ്, അല്ലേ? ഇല്ല ആർക്കല്ലാതെ, ഇല്ലാമൻ ഒരുത്തനിക്കല്ലാതെ, അഷ്റഖലഹു, അവൻക്കത് പ്രകാശിച്ചു കൊടുത്തിരിക്കുന്നു. നൂർ മിർ റബ്ബി, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു പ്രകാശം. റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രകാശം പ്രകാശിച്ച ഒരുത്തനിക്കല്ലാതെ ഈ ലോകം എന്ന് പറയുന്നത് അത് ഇരുട്ടിൻ്റെ ഉള്ളിലൊരു ഇരുട്ടാണ്. അദാലിക്കന്നൂറു, ആ നൂറ് ഏതാണ് അറിയാം, വെളിച്ചം. അത് നൂറുൽ അംബിയായി, അമ്പിയാക്കന്മാരുടെ പ്രകാശമാണ്. അല്ലതി, അങ്ങനത്തെ അമ്പിയാക്കന്മാർ യഹ്തദീ ബിഹിന്നാസു, ആ അമ്പിയാക്കന്മാർ കാരണമാണ് ജനങ്ങൾ സന്മാർഗത്തിലേക്ക് എത്തുന്നത്. അമല്ലം യഹ്തദീ ബിഹാദൻ നൂരി, ഈ അമ്പിയാക്കന്മാരുടെ ഈ നൂറ് കൊണ്ട് ഹിദായത്ത് കിട്ടാത്ത ഒരു മനുഷ്യൻ ഖാന, അവനായിരിക്കും ഫി ളലാലിൻ, പഴച്ചുപോയ മാർഗത്തിലായിരിക്കും. യഹ്ബിതു, അവൻ വഴിവേച്ചു പോകും. ഖബത്ത് അശ്വാഇൻ, വിവേകമില്ലാതെ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വഴി തെറ്റിപ്പോകുന്ന ആളെ പോലെ വഴിവേച്ചു പോകും. ഖബത്ത് അശ്വ എന്ന് പറയും, വിവേകമില്ലാതെ കാര്യം ചെയ്യാൻ അർത്ഥം. അതുപോലെ അവൻ വഴിതെറ്റിപ്പോകും. ഫൽ അഖായിദു, അപ്പോൾ അഖീദകൾ, വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെ, ബിഗൈരി ഹാദൻ നൂരി, പ്രവാചകൻ എന്ന് പറയുന്ന ഈ വെളിച്ചമില്ലാത്ത, പ്രവാചകൻ കൊണ്ടുവരാത്ത ഒരുപാട് നിയമങ്ങളുണ്ടല്ലേ, ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്. എല്ലാ മതങ്ങൾക്കും പ്രവാചകന്മാരുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം ഈ പ്രവാചകനാവുന്ന ഈ നൂറ് കൊണ്ടല്ലാത്ത ചില വിശ്വാസങ്ങളുണ്ട്. അത് ഔഹാമുൻ, അത് ചില തോന്നലുകളാണ്. ഹുറാഫാത്തുൻ, കുറെ കെട്ടുകഥകളാണ്. യദ്ഹഖ്മിനൽ അത്ഫാൽ, അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് പോലും ചിരി വന്നു പോകുന്ന. അമാ സമയത്തും നിങ്ങൾ കേട്ടിട്ടില്ലേ അഖായിദൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ വിശ്വാസങ്ങൾ, വൽ കുഫാർ, കാഫിരീങ്ങളുടെയും, വൽ യഹൂദി വൻ നസ്വാറ, യഹൂദി നസാറാക്കളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹുറാഫാത്തിഹിം, അവരുടെ കെട്ടുകഥകളും, അസാത്തീറും, അതന്നെ രണ്ടൊന്നും തന്നെ, ഹുറാഫാത്തും അസാത്തീറും, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വൽ ഇൽമു, എന്ന് പറയുന്നത് ജഹുലുൻ, അതൊരു തരം ജഹിലായിരിക്കും. വല്ലന്നും, ചില തോന്നലുകളായിരിക്കും. തഹ്മീനുൻ, ചില ഭാവനകളും, വശക്കും സംശയങ്ങളുമാണ്. ഇയച്ചബിയോന, അവർ വിശ്വസിക്കുന്നില്ല ഇല്ലല്ലന്ന, എന്തിനെയല്ലാതെ, ചില ഭാവനകളെ, ചില ചിന്തകളെ അല്ലാതെ. ഇന്നല്ലന്ന, നിശ്ചയം ഈ സംശയങ്ങളും ചിന്തകളും ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ, അതൊരിക്കലും ഹക്കിൽ നിന്നും ഒന്നിനെ തൊട്ടും ഐശ്വര്യമാകുന്നില്ല, അതൊന്നും ഹക്കാവൂല എന്നർത്ഥം. വൽ അഖ്ലാഖു, അപ്പം മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് തഫ്രീത്തുൻ, അത് ചിലപ്പം ഒരുപാട് എന്തുണ്ടാവും, കുറവായിരിക്കും. അത് ഇഫ്രാദ്, അല്ലെങ്കിൽ ഭയങ്കര കൂടുതലുണ്ടാവും. ഔ തഖ്സീറുൻ, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇസ്റാഫുൻ, അത് ഓവറായിരിക്കും, ഒരു മദ്യം ഉണ്ടാവില്ല എന്നർത്ഥം. അമാറഅയ്തും, നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലദീന ലാ യത്തബിഊനൽ അംബിയാ, അമ്പിയാക്കന്മാരെ പിൻപറ്റാത്ത ആളുകളൊക്കെ, കൈഫ, അവരെങ്ങനെയാണ് യഹ്ദിമൂനൽ ഹുഖൂഖ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ എങ്ങനെയാണ് അവർ ഹനിക്കുന്നത്, മറ്റുള്ളവരുടെ അവകാശം എങ്ങനെയാണ് അവർ കൈക്കലാക്കുന്നത്. വക്കൈഫ, എങ്ങനെയാണ് യുജാവിസൂനൽ ഹുദൂദ, പരിധികൾ ലംഘിക്കുന്നത്. വക്കൈഫ, എങ്ങനെയാണ് യത്തബിഊനൽ ഹവ, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൽ ഹുക്മു വസ്സിയാസത്തു, അപ്പോൾ ഒരു നിയമം അല്ലെങ്കിൽ ഒരു അധികാരം എന്നൊക്കെ പറയുന്നത് അത് ദുൽമുൻ, അതൊരു അക്രമമായിരിക്കും. വസ്തിബദാദുൻ, അത് ഏകാധിപത്യമായിരിക്കും. വഹബത്തുൻ, അത് പേച്ചു പോകലായിരിക്കും. ഫിഹബത്തുൻ ഫിൽ അംവാലി, ഒരു മുതലുകൾ കയ്യിലക്കലാവും.
ജനങ്ങളുടെ മുതലുകൾ കൈയടക്കലാവും. ഹുക്കൂഖിഹിം അവരുടെ ഹക്കുകളും വദിമാഇഹിം അവരുടെ രക്തങ്ങളൊക്കെ കൈയടക്കലായി വരും. അമാറഅയ്തും നിങ്ങൾ കണ്ടിട്ടില്ല ഉലുൽ അംരി കൈകാര്യകർത്താക്കൾ അധികാരമുള്ള ആളുകൾ മിമ്മൻ എങ്ങനത്തെ അധികാരമുള്ള ആളുകൾ മിമ്മൻ ചില ആളുകളിൽപ്പെട്ട ലയഖാഫൂന അള്ളാഹുവിനെ ഭയപ്പെടാത്ത ചില അധികാരികൾ വലായത്തബിയൂന ശരീഅത്ത ഒരു മത നിയമങ്ങളെയും പിൻപറ്റാത്തതായിരിക്കുന്ന ചില കൈകാര്യകർത്താക്കൾ അധികാരികൾ കൈഫ് അവരെങ്ങനെയാണ് യഖൂനൂനൽ അമാനാത്തി അവർ അമാനത്തുകളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അവർ വഞ്ചന നടത്തും. വഖൈഫ എങ്ങനെയാണ് യഅ്ബസൂന ബി അംവാലില്ലാ അള്ളാഹുവിൻ്റെ മുതലുകളെ കൊണ്ട് അവർ ഇഷ്ടമില്ലതുപോലെ കളിക്കും. വഖൈഫ എങ്ങനെയാണ് യഅ്ബസൂന ബിദിമാ ഇന്നാസി ജനങ്ങളുടെ രക്തം കൊണ്ട് അവർ കളിക്കും. ഹുക്കൂക്കിയും അവരുടെ അവകാശങ്ങൾ കൊണ്ടൊക്കെ അവർ കളിക്കുന്നത് നിങ്ങൾ കാണും. വഖൈഫ എങ്ങനെയാണ് ഇസ്തഅബദുന്നാസ അവർ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്നു. വജഅലൂഹും ശിയഅൻ അവരെ ഒരു വിഭാഗമാക്കി വെക്കും. എന്നിട്ട് യദ്ബഹൂന റിജാലഹും അവരുടെ ആണുങ്ങളെ അവർ അറുത്തുകളയും. വയസ്തഹീന നിസാവും സ്ത്രീകളെ ബാക്കിയാക്കും. അലം തഅലം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ കംകുത്തുലു ഫിൽ ഹർബില്ലൂല ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. വകം കുത്തുല ഫി ഹർബി സാനിയ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. ഒക്കെ ചിന്തയില്ലാത്തത് കൊണ്ടാണ്, ശരീഅത്തില്ലാത്തത് കൊണ്ടാണ് അർത്ഥം. വലാലം കുല്ലുഹു ലോകം മുഴുവനും വലാമിൻ വലാം ഇരുട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ഇരുട്ടാണ്. ഇല്ലാ മനശ്റഖലഹു നൂർ മിൻ റബ്ബിഹി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു നൂറ് ഒരു പ്രവാചകൻ അവർക്ക് എന്ത് കൊടുത്തിട്ടല്ലാതെ പ്രകാശം പരത്തിയിട്ടല്ലാതെ. ചില ഇരുട്ടുകൾ മറ്റു ചില ഇരുട്ടിന് മുകളിലായിരിക്കും. ഇതാഹ്റജേദഹു അവൻ്റെ കൈ അവൻ പുറത്തിട്ടാലും ലമ്യക്കതിയറാവോ അവനക്കത് കാണാൻ എടുക്കുകയില്ല. അമൻ ലമ്യജലില്ലാഹു ലഹു നൂറൻ അപ്പോൾ അള്ളാഹു ഒരാൾക്ക് വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ ഫമാലഹു മിന്നൂർ അവനക്കൊരു വെളിച്ചം ഉണ്ടാവില്ല. അപ്പം അള്ളാഹു ഒരാളെ സന്മാർഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ അവനക്കൊരിക്കലും സന്മാർഗത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നർത്ഥം. വന്നബിയു അപ്പോൾ ആ നബിയാണ് ആ പ്രകാശം. ആ നബി യുഅല്ലിമുന്നാസ ആ നബിയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൈഫ യഅ്ബുദൂനല്ലാഹ് അവരെങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. വകദാലിക അപ്രകാരം തന്നെ യുഅല്ലിമുഹും അവർക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. കൈഫ യുആമിലു ബഅ്ദുഹും ബഅ്ദ ചില ആളുകൾ മറ്റു ചില ആളുകളോട് എങ്ങനെ പെരുമാറണം. വന്നബി യുആമിലു യുഅല്ലിമുന്നാസ ആ നബിയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദാബൽ ഹയാത്തി ഈ ജീവിതത്തിലെ മര്യാദകൾ മആദാബിദ്ദീൻ ദീനിലെ മര്യാദയോടുകൂടെ. വയുഅല്ലിമുഹും ആ നബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദാബൽ അഖിലി ഭക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. അദബശുർബി കുടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. അദബൻ നൗമി ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. അദബൽ മജ്ലിസി ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ. അദബ കുല്ലി ഷൈഇൻ എല്ലാത്തിൻ്റെയും മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പ്രവാചകനാണ്, ആ നബിയാണ്. വയുഅല്ലിമുഹുൽ ആദാബ ആ നബിയാണ് ഈ ജനങ്ങൾക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കമാ യുഅല്ലിമുൽ വാലിദുൽ ഷഖീഖു ഒരു സ്നേഹനിധിയായ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അബ്നാഉൽ ഇസ്സ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ. വന്നാസു ജനങ്ങൾക്കല്ലാത്തുല അത്ഫാലി കുട്ടികളെ പോലെയാണ്. അസ്തിഗാരി ചെറിയതായ കുട്ടികളെ പോലെയാണ്. യഹ്താജൂന അവർക്ക് ആവശ്യമാകും ഫീ കിബരിഹിം അവരുടെ വലിയ പ്രായത്തിൽ ഇലാ തർബിയത്തി അംബിയായി അവർ അമ്പിയാക്കന്മാരുടെ ഒരു പരിപാലനത്തിലേക്ക്. അക്തറ മിമ്മ യഹ്താജൂന ഫീ സിഗരിഹിം ഇലാ തർബിയത്തിൽ ആബായി ചെറിയ പ്രായത്തിൽ വാപ്പമാരുടെ പരിചരണത്തിലേക്ക് ആവശ്യമാകുന്നതിനേക്കാൾ കൂടുതൽ അവർക്കിപ്പോൾ ആവശ്യം ഒരു നബിയുടെ പരിചരണമാണ്. വല്ലദീന ലം യതലഖവ ഹാദിഹി തർബിയത്ത് നബവിയ്യ ഈ ഒരു പ്രവാചകൻ്റെ ഈ ഒരു തർബിയത്ത് ഈ ഒരു പരിപാലനം ലഭിക്കാത്ത ആളുകൾ. വലം യതഅല്ലമുൽ ആദാബ മിനൽ അംബിയായി അംബിയാക്കന്മാരിൽ നിന്നും ഈ അദബുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് കശ്ജാരിൽ ബർരിയത്തി അവരേതുപോലെയായിരിക്കും, അവർ മരുഭൂമിയിലെ മരം പോലെയായിരിക്കും. നബതത് വനശഅത് അതിങ്ങനെ വളർന്ന് വലുതാകും. ബിനഫ്സിയ സ്വയം വതറഫി ആയിവജൻ അപ്പം അതിലൊരുപാട് വളവുകൾ നിനക്ക് കാണാം. വഷൗക്കൻ മുള്ളും കാണാം. ഫസാദൻ അതൊരു ഉപകാരമില്ലാത്തതായിട്ട് നിനക്ക് കാണാൻ കഴിയും. ഇതുപോലെയായി മാറും ജനങ്ങൾ സ്വമേധയായിട്ട് പോകുമ്പോൾ. പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഒരു വഴി കാട്ടി അവർക്ക് അത്യാവശ്യമാണ്, ഒരു നിയമം അവർക്ക് ആവശ്യമാണ് എന്നർത്ഥം. അപ്പം എന്തുകൊണ്ടിനാണ് ശരിയാത്ത് എന്നാണ് അവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് ഒരു മത നിയമം ഒരു മനുഷ്യർക്ക് വേണം എന്നതിനാണ് ഇപ്പോൾ ഈ വിശദീകരണം നമ്മൾ പറഞ്ഞത്. അപ്പോൾ നല്ല മനസ്സിലാക്കി എവിടെയെങ്കിലും ആവശ്യമെങ്കിൽ എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇവരെടുത്ത ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.